കഴിഞ്ഞ ദിവസം വന്നിരുന്ന ഒരു കമൻറ്റാണിത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം സംശയമാണ്, റീവാലുവേഷന് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സേ എക്സാം എഴുതിയിട്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അഡ്മിഷൻ സമയത്ത് ആഡ് ചെയ്യുന്നത്. ഹലോ, ദിസ് ഇസ് Vishnupriya. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. +2 പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചെങ്കിലും മാർക്ക് ലിസ്റ്റിൽ പുതിയ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറേയധികം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നും നമുക്ക് പറഞ്ഞു പോകാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കിന്റെ ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടി. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കോളേജിൽ കൊണ്ട് കൊടുത്താൽ മതി. അവരത് നിങ്ങളുടെ ഫയലിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കും. ഇനി റീവാലുവേഷൻ അല്ലെങ്കിൽ സേ എക്സാം വഴി നിങ്ങൾക്ക് 10%, 20% മാർക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടിയേനെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു മാർക്കിന്റെ ഗുണം കിട്ടിയിരിക്കും. അതായത് നിങ്ങൾക്ക് ആ ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു മാർക്ക് ഷീറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ അയച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു അഡ്മിഷൻ നടക്കുന്ന പോർട്ടലിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കയറിയിട്ട് മാർക്ക് എഡിറ്റ് ചെയ്യാം. ഇനി അഥവാ മാർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ട്രയൽ വന്നു കഴിഞ്ഞു, മാർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യാം. അതായത് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സൈറ്റിൽ അവരവരുടെ കോൺടാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ആ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ MG യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കാണിക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബാക്കി ചെയ്യേണ്ട പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും. MG യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ നോക്കാം. അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുക. അഡ്മിഷൻ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സംശയം ന്യായമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓർക്കുക, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ വെച്ചിരിക്കുന്നത്. നമ്മുടെ റീവാലുവേഷൻ മാർക്ക് നിങ്ങൾക്ക് സൈറ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവർ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ വിളിച്ചിട്ട് അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഞാനൊന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നടക്കുന്ന സൈറ്റിൽ കയറി അവിടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് തന്നെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിച്ച യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റി അല്ല നിങ്ങൾ അപേക്ഷിച്ചത്, വേറെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ കോഴ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ കയറിയിട്ട് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ എടുത്തിട്ട് അവരെ വിളിച്ചിട്ട് കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് ഷീറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ മാർക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ ഏത് കോഴ്സിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ഒരു കോളേജിൽ വിളിച്ച് ചോദിക്കാനായിട്ട്. ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും അതുകൊണ്ട് തന്നെ പ്രോസസ്സും മുൻ വർഷങ്ങളിൽ നടന്നു വരുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ റീവാലുവേഷന്റെ റിസൾട്ടും മാർക്കും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അറിയാം. നമ്മൾ വിളിച്ചിട്ട് ഇതുകൂടി കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് എടുക്കേണ്ട ആക്ഷൻ എന്ന ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ അതുപോലെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.